നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് പരാജയത്തിന് കാരണമെന്ന സി.പി.എം റിപ്പോർട്ട് ചർച്ചയാകുന്നു. പല മണ്ഡലങ്ങളിലും എൽ.ഡി.എഫ് കാലിടറിയത് ബി.ജെ.പി വോട്ടുകൾ യു.ഡി.എഫിന് പോയത് കാരണമാണെന്നാണ് തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് എത്രമാത്രം ശരിയാണെന്ന ചോദ്യവും സി.പി.എം കേന്ദ്രങ്ങളിൽ സജീവമാണ്. കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് എൽ.ഡി.എഫ് പരാജയത്തിന് കാരണം. എന്നാൽ ഇത് മറച്ചുവെച്ചാണ് ബി.ജെ.പി വോട്ട് മറച്ചെന്ന വിലയിരുത്തലും റിപ്പോർട്ടിൽ വന്നത്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം എതിരായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒരെണ്ണം കൂടി കൂടും. കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് ബി.ജെ.പി ശ്രമിക്കുമ്പോൾ ബി.ജെ.പി കോൺഗ്രസിന് വോട്ട് മറിച്ചെന്ന് പറയുന്നതിൽ തന്നെ അസ്വാഭാവികതയുണ്ട്. പല മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ വോട്ട് കൂടുകയാണ് ചെയ്തത്. 3 നിയമസഭാ സീറ്റുകൾ ബി.ജെ.പി നേടുകയും ചെയ്തിട്ടുണ്ട്. ബി.ജെ.പി പിടിച്ച 3 സീറ്റുകളും ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. ബി.ജെ.പി വിജയത്തിന് പിന്നിലും വോട്ട് കൂടിയതിന് പിന്നിലും സി.പി.എം വോട്ടുകളുടെ കൂടി സാന്നിധ്യമുണ്ട്. നേമത്തും കഴക്കൂട്ടവും ചാത്തന്നൂരും നഷ്ടമായത് ഇടത് വോട്ടുകളാണ്. ഈ വോട്ടുകളാണ് ബി.ജെ.പിയെ വിജയിപ്പിച്ചത്. ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ബി.ജെ.പി വോട്ട് മറച്ചെന്ന വിലയിരുത്തൽ അവലോകന റിപ്പോർട്ടിൽ ഇടം പിടിച്ചത്. അതേസമയം പാർട്ടി വോട്ടുകൾ സി.പി.എമ്മിന് കൈമോശം വന്നുവെന്നും അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബി.ജെ.പി വോട്ട് ചോർത്തിയതല്ല, സി.പി.എം അനുഭാവി വൃന്ദം ബി.ജെ.പിക്ക് വോട്ട് നൽകിയതാണ്. കടുത്ത പിണറായി വിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ നിലനിന്നിരുന്നു. കടുത്ത ഭരണവിരുദ്ധ വികാരവും ശക്തമായിരുന്നു. ഈ 2 ഘടകങ്ങളാണ് ഇടത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നിലുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനം സി.പി.ഐയിൽ നിന്നുണ്ടായതും സി.പി.എമ്മിനും സർക്കാരിനും കനത്ത തിരിച്ചടിയായിരുന്നു. പി.എം ശ്രീ പോലുള്ള പദ്ധതിയിൽ ഇതും വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചു. ഇടത് നയങ്ങളിൽ നിന്നും സി.പി.എം വ്യതിചലിക്കുന്നുവെന്ന് ആരോപിച്ചത് യു.ഡി.എഫ് അല്ല, സി.പി.എമ്മിനൊപ്പം ഭരണത്തിൽ പങ്കുകൊണ്ട സി.പി.ഐ ആയിരുന്നു. പി.എം ശ്രീയിൽ സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നതും വലിയ ചർച്ചയായി. ഇതൊക്കെ ജനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കി. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുകയും ചെയ്തു. വെള്ളാപ്പള്ളി പ്രശ്നത്തിൽ ന്യൂനപക്ഷ വോട്ടുകളും നഷ്ടമായി. ഭൂരിപക്ഷ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഒന്നിച്ചു നഷ്ടമായതാണ് ഇടതു പരാജയത്തിൽ വലിയ പങ്ക് വഹിച്ചത്. ഇതൊക്കെ മനഃപൂർവ്വം മറന്നാണ് ബി.ജെ.പി യു.ഡി.എഫിന് വോട്ട് മറച്ചെന്ന ആരോപണം കൂടി സി.പി.എം റിപ്പോർട്ടിൽ സ്ഥാനം പിടിച്ചത്. എന്തായാലും കനത്ത തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും പാർട്ടി. ജി സുധാകരൻ അടക്കമുള്ള നേതാക്കൾ പാർട്ടി വിടുകയും യു.ഡി.എഫ് എം.എൽ.എമാർ ആവുകയും ചെയ്ത പ്രശ്നങ്ങളും മുന്നിലുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഭരണനഷ്ടത്തെ തുടർന്ന് കേരളത്തിലെ സി.പി.എമ്മിന് മുന്നിലുള്ളത്. ഇത് എങ്ങനെ പാർട്ടി മറികടക്കുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്.